ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പരിചിതരായിട്ടുള്ള മുഖങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എറണാകുളത്ത് ഒഴികെ ഒപ്പം തന്നെ പൊന്നാനിയിൽ സ്വതന്ത്രനാണ്. അത് ആരാണെന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ബാക്കി 13 ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു തരത്തിലും ആർക്കും അറിയാത്ത ആൾക്കാരല്ല, തീർത്തും പരിചിതരായിട്ടുള്ള ആളുകൾ. എങ്ങനെ കാണുന്നു CPM-ന്റെ സ്ഥാനാർത്ഥികളെ? അല്ല, ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പാർട്ടി പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ. അത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തവണ ലോക്സഭയിലേക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തും. അതിന് യാതൊരു തർക്കമില്ല. ഇപ്പൊ കൂടുതൽ സീറ്റ് കേരളത്തിൽ LDF നേടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചോളം ഇത്തവണ കോൺഗ്രസിന് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് രാഹുൽ തരംഗം കഴിഞ്ഞ പ്രാവശ്യം ഉള്ള പോലെ ഒരു തരംഗം കേരളത്തിലുണ്ട്. അത് അസാധ്യമാണ് ഇത്തവണ കേരളത്തിൽ. കാരണം കോൺഗ്രസിന്റെ നിലപാടുകൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ആണ്ട് ഇല്ലാതെയായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളൂ. അവരുടെ നിലപാടുകളെല്ലാം BJP-യായിട്ട് അടുത്ത് നിൽക്കുന്ന നിലപാടുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ശക്തമായ ഒരു ഇടതുപക്ഷ സാന്നിധ്യം ലോക്സഭയിൽ ഉണ്ടാകേണ്ട ആവശ്യമാണെന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ജനങ്ങളെടുത്തുകൊണ്ട് അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചുള്ള കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെ അണിനിരത്തുക എന്നുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. CPI-യെ സംബന്ധിച്ചോളം ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരും അവരുടെ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും അവർ പ്രഖ്യാപിക്കാൻ പോകണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. CPM-നെ സംബന്ധിച്ചോ CPM-ന്റെ സെക്രട്ടേറിയറ്റ് കൂടി അന്തിമ തീരുമാനം കൈക്കൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകി. പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടുകൂടി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ, ഒരു മുൻവിധി ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കൂടുതൽ അണിനിരത്തി ഏറ്റവും കൂടുതൽ കുറച്ചൊരു 12-13 സീറ്റെങ്കിലും കേരളത്തിൽ ലോക്സഭയിലേക്ക് നേടിയെടുക്കാൻ നമ്മുടെ ലക്ഷ്യമാണ് പാർട്ടിയുടേത്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല മണ്ഡലങ്ങളും ഇത്തവണ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകും. അവർ തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റിംഗ് MLA-മാരിൽ 5 പേർ പരാജയപ്പെടുന്നു അവർ തന്നെ സമ്മതിക്കുന്നത്. സിറ്റിംഗ് MP-മാരെ തന്നെ അവർ നിർത്തുന്നതിന്റെ കാരണം മറ്റൊരു പരീക്ഷണത്തിന് ഉള്ള ശക്തി കേരളത്തിൽ കോൺഗ്രസിനില്ല. അപ്പൊ പുതുമുഖങ്ങളെ അണിനിരത്തിൽ നിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ആ പാർട്ടി തമ്മിലടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാത്ത MP-മാരെയും അവർക്ക് വീണ്ടും അണിനിരത്തേണ്ട ഗതികേടിലേക്കാണ്. പിന്നെ കേരള വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ശതമാനം പോലും പ്രവർത്തിക്കാത്ത കോൺഗ്രസ് MP-മാരെ വികസനത്തിന് പാരപണിയുന്ന. ശരി, എന്തായാലും 27-നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. ഒരിക്കൽ കൂടി ആ പേരുകളിലേക്ക് നമുക്ക് പോകാം. ആറ്റിങ്ങൽ V. ജോയ്, കൊല്ലത്ത് M. മുകേഷ്, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ആലപ്പുഴയിൽ A. മാരിഫ്, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, എറണാകുളത്ത് KJ ഷൈൻ, ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥ്, പാലക്കാട് A. വിജയരാഘവൻ, ആലത്തൂർ K. രാധാകൃഷ്ണൻ, മലപ്പുറം V. വസീഫ്, പൊന്നാനിയിൽ സ്വതന്ത്രൻ, കോഴിക്കോട് എളമരം കരീം, വടകരയിൽ KK ശൈലജ, കണ്ണൂരിൽ MV ജയരാജൻ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്നീ പേരുകളാണ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 27-ാം തീയതിയാണ് ഉണ്ടാവുക. എന്തായാലും നമ്മൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ ഉയർന്നു കേട്ട പേരുകൾ തന്നെയാണ്. വലിയ മാറ്റങ്ങളില്ല, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ പട്ടികയിലുള്ളത്. ഇപ്പോൾ